ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരമാവും. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മളെ കയ്യിലൊക്കെ നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന മോതിരമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഴിച്ചെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വാസ്ലിനാണ്. ഇങ്ങനത്തെ വാസ്ലിൻ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ശകലം എടുത്തിട്ട് ഈ ഒരു മോതിര വിരലിൽ നല്ല പോലെ ഒന്ന് തടവി കൊടുക്കുക. നല്ലോണം തന്നെ തടവി കൊടുക്കണം കേട്ടോ. ഈ ഒരു മോതിരയുള്ള ഭാഗത്തും വിരൽ ഫുള്ളായിട്ടൊന്ന് ഈ ഒരു വാസലിനാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റിങ് ഒന്ന് നമ്മൾ ഉരാൻ ശ്രമിച്ച് നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട്, എത്രത്തോളം ടൈറ്റായിട്ട് കിടക്കുന്ന റിങ് ആണെങ്കിലും ഈ ഒരു വാസലിൻ ഉപയോഗിച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് എൻ്റെ കൈമേൽ നല്ല ടൈറ്റായിട്ട് കിടന്നതാണ് കേട്ടോ. അത് നല്ലോണം തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ശക്തിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു റിങ് മാത്രമല്ല, ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കിടക്കുന്ന വളയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൈമേലൊന്ന് വാസലിനാക്കി കൊടുക്കുക. അതിനുശേഷം അത് അഴിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാവരും വീട്ടിലും എന്തായാലും ഒരു പശ കാണുമല്ലോ. അത് ഫ്ലെക്സ് ക്യൂക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ, ഫെവിക്കോൾ, ഇത് എന്ത് തന്നെ ആയാലും ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം ഇത് നമ്മളെ കയ്യിലൊക്കെ എന്തായാലും ഒരിത്തിരിയെങ്കിലൊക്കെ ആവുമല്ലോ. ഒരു സൂപ്പർ ഗ്ലൂ ഒക്കെ കയ്യിലായി കഴിഞ്ഞാൽ അതൊന്ന് ആ കയ്യിൽ നിന്ന് പോക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ ഒരു സൂപ്പർ ഗ്ലൂ ആയാലും എന്ത് തന്നെ പശയായാലും നമ്മളെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതേ സമയം തന്നെ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഈ ഒരു പശ പറ്റി പിടിച്ചുള്ള കിടക്കുന്ന ഈ ഒരു ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇങ്ങനെ കൈയൊന്ന് ഉരച്ചു കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പശ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാവരുടെ വീട്ടിലും കണ്ണടയൊക്കെ വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരമാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ കണ്ണട നമ്മൾ എത്ര തന്നെ തുടച്ച് കഴിഞ്ഞാലും അതിൻ്റെ മുകളിലൊക്കെ എന്താ പറയുക, ഒരു ഇതുപോലെ പൊടി പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വാസലിൻ ഉപയോഗിച്ചിട്ട് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ശകലം വാസലിൻ എടുത്ത ശേഷം കണ്ണടേൻ്റെ മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം കണ്ണടേൻ്റെ ഈ ഒരു കൂടെ തന്നെ കിട്ടുന്ന ഒരു ക്ലോത്ത് ഇല്ല, ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ തുടച്ച് കാണിക്കുന്നത്. ടിഷ്യൂ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കണ്ണടേൻ്റെ മുകളിൽ കല വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ കണ്ണട ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ശകലം വാസലിൻ എടുത്ത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ ഈ ഒരു കണ്ണടേൻ്റെ ഗ്ലാസ്സൊക്കെ. അടുത്തതായിട്ട് ഉള്ളൊരു ടിപ്പാണ്, നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും മുടീൻ്റെ അറ്റം പിളർന്നു പോകുന്ന ഈ ഒരു അവസ്ഥ. അങ്ങനെ മുടീൻ്റെ അറ്റം പിളർന്നു പോകുന്നതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കേട്ടോ ഇത് ചെയ്യേണ്ടത്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ മുടീൻ്റെ അറ്റം പിളർന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മൾ മുടീൻ്റെ അറ്റത്ത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ശകലം മതി. അതെടുത്തിട്ട് നല്ലോണം ഒന്ന് മുടീൻ്റെ അറ്റത്ത് മാത്രമായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ തേച്ച ശേഷം മുടി ചീപ്പ് ഉപയോഗിച്ചിട്ട് വാരാനോ അല്ലെങ്കിൽ കഴുകാനോ ഒന്നും പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് രാത്രി ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു മുടീൻ്റെ അറ്റത്ത് തേച്ച് കൊടുത്ത ശേഷം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമുക്കത് കഴുകിക്കളയാലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മുടീൻ്റെ ഈ ഒരു പിളരൽ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള ഒന്നായിരിക്കുമല്ലോ ഈ ഒരു ചന്ദനത്തിരി. ഈ ഒരു ചന്ദനത്തിരി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ചന്ദനത്തിരി ഞാനത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ചന്ദനത്തിരി നമ്മൾ നോർമലായിട്ട് കത്തിച്ച് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീരും. അങ്ങനെ പെട്ടെന്ന് തന്നെ കത്തിത്തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ശകലം വാസലിൻ എടുത്ത ശേഷം ഈ ഒരു ചന്ദനത്തിരീൻ്റെ മുകളിലേക്കായിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഈ ഒരു വാസലിൻ അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ, നമ്മളെ വിരലിലേക്ക് ആക്കിയ ശേഷം. അതിനുശേഷം ഈ ഒരു ചന്ദനത്തിരി കത്തിച്ച് നോക്കിയാൽ നമ്മൾ നോർമലായിട്ട് കത്തിക്കുന്നതിനെക്കാട്ടും ഇരട്ടി സമയം നമുക്കത് കത്തിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാസലിനാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കത്തിച്ച് വെക്കുമ്പോൾ നമ്മൾ സാധാരണ എവിടെയും കുത്തി വെക്കുകയോ അല്ലെങ്കിൽ ഇതിന് സ്റ്റാൻഡൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനിങ്ങനെ വീട്ടിൽ സ്റ്റാൻഡൊന്നും ഇല്ല എങ്കിലും, അല്ലെങ്കിൽ സ്റ്റാൻഡ് കാണാതൊക്കെ ആയിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കുക. അതിനുശേഷം ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചന്ദനത്തിരി ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ നിൽക്കും ഈ ഒരു ക്ലിപ്പിൻ്റെ മുകളിലേക്കായിട്ട്. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ചാരം നിലത്തൊക്കെ വീഴുന്നതിന് അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചാരം ഈ ഒരു പേപ്പറിൻ്റെ അകത്തേക്ക് അങ്ങ് വീഴും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക.
ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ തീപ്പെട്ടിയൊക്കെ എണ്ണയൊക്കെ ആയാലും തീപ്പെട്ടി കത്തില്ല. എനിക്ക് തീപ്പെട്ടി ഇവിടെ ഇല്ല കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. തീപ്പെട്ടി കത്തില്ല. അപ്പോൾ അങ്ങനെ കത്താത്ത വരുന്ന സമയങ്ങളിൽ ആ തീപ്പെട്ടിക്കുള്ളിൽ ഒന്ന് ഈ ഒരു വാസലിൻ്റെ അകത്തേക്കൊന്ന് ആക്കി കൊടുത്ത ശേഷം ഈ ഒരു അതിൻ്റെ മുകളിൽ ഉരച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കത്തൂട്ടോ. എന്ത് എണ്ണയോ വെള്ളമോ എന്ത് തന്നെ ആയാലും അത് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും മുടി വാരുമ്പോൾ ഉള്ളൊരു പ്രശ്നമായിരിക്കുമല്ലോ, മുടി ഇങ്ങനെ കട്ട കെട്ടി കുടുക്കൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അധികം ചീർപ്പ് കൊണ്ട് വാരുമ്പം അത് വളരെ പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ഉള്ളൊരു പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുടി വാരുന്ന സമയത്ത് കുറച്ച് വാസലിൻ ഇതേപോലെ ചീർപ്പുമ്മലേക്കൊന്ന് കുറച്ച് വാസലിൻ ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം മുടി വാരുവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കെട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചീർപ്പ് കൊണ്ട് വാരുമ്പം തന്നെ അഴിഞ്ഞ് കിട്ടും കേട്ടോ. വലിയ ചിക്കൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ തീർക്കുക. അതല്ലാണ്ട് ചെറിയ ചെറിയ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചീർപ്പുമ്മൽ വാസലിനാക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് കെട്ടൊക്കെ തീർത്ത് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക. നല്ല ടിപ്പാണ് കേട്ടോ, അത് വളരെ എഫക്റ്റീവും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ വാസലിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുതേ. പിന്നെയുള്ള ഒരു വാസലിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഡൈ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡൈ ചെയ്യുമ്പോൾ അവരുടെ കൈമലും അതേപോലെ തന്നെ നെറ്റിയിലൊക്കെ ഈ ഒരു ഡൈൻ്റെ കറുപ്പ് കളർ പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മളെ നെറ്റിയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഡൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറ് നെറ്റിയിലൊന്നും അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കില്ല കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. എല്ലാവരും ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും ഈ ഒരു ഉള്ളി മുറിക്കുമ്പം കണ്ണെരിയുന്നത്. അപ്പം ഉള്ളി മുറിക്കുമ്പം കണ്ണെരിയാതിരിക്കാൻ വേണ്ടി ഉള്ളി മുറിക്കുന്ന അതേ ടൈമിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ മൂടിയിലോ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ അടുത്തെടുത്ത് വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഉള്ളി മുറിക്കുന്ന ഈ ഒരു കത്തിയില്ലേ അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളി മുറിക്കുകയാണെങ്കിൽ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും ഒറ്റ എരിപ്പിൽ മുറിച്ചെടുക്കാം. ഒരു തുള്ളി പോലും കണ്ണൊന്നും എരിയത്തില്ല കേട്ടോ. അത് വലിയ ഉള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും നമുക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താൻ പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ശർക്കര ഉണ്ടാവുമല്ലോ. ചില സ്ഥലങ്ങളിൽ ഇതിന് വെല്ലം എന്നൊക്കെ പറയും. ഈ ഒരു ശർക്കര അഥവാ വെല്ലം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മായം അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ ഈ ഒരു ശർക്കര എന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ശർക്കര ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിലുള്ളൊരു മായം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മോഡലിലുള്ളൊരു ശർക്കരയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ നിന്നൊരു ശർക്കരയെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു ചൂട് വെള്ളമാണ്. നമ്മളെ കൈയൊക്കെ കുത്താൻ പറ്റുക അത്രയും ചൂടുള്ള വെള്ളം കേട്ടോ. നല്ല തിളയ്ക്കുന്ന വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു വിധമായോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ശർക്കരേൻ്റെ അകത്ത് നല്ല അളവിൽ ചുണ്ണാമ്പ് ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ ഇതിലൂടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറ്റും കേട്ടോ. ഇതിൽ മായമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളത്തിൽ ഇത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതല്ല ഇതിൽ മായമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അലിയിച്ചെടുക്കുമ്പം അതിൻ്റെ അകത്ത് അലിയാതെ തന്നെ എന്താ പറയുക ഒരു കുരുകുരു പോലെയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിൽ മായം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാനിന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.